കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഇന്ന് ജോലിക്ക് പോകുന്ന എല്ലാവരെയും ഈശോനാമത്തെ ഏൽപ്പിക്കുന്നു. നിങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികളെ കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന വിഷയങ്ങൾ കർത്താവിൻ്റെ സംരക്ഷണത്തിലായിരിക്കുകയും ചെയ്യട്ടെ. നിങ്ങൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങളെ കർത്താവ് സംരക്ഷിക്കട്ടെ. യാത്ര തുടങ്ങിയ അവസാനം വരെ നിൻ്റെ ആകുലതകൾ, നിനക്ക് ആകുലത ഉണ്ടാക്കാൻ സാധ്യതയുള്ള വ്യക്തികളെ കർത്താവ് വഴിമാറ്റി വിടുകയും വേസ്റ്റായിട്ടുള്ള ടോക്കുകൾ ഉണ്ടാവാതിരിക്കാൻ കർത്താവ് നിന്നെ ബന്ധിക്കട്ടെ. നിൻ്റെ മനസ്സിനെ ഭരിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും ഭാരപ്പെടുത്തുകയും ചെയ്യുന്ന വ്യക്തികളെ കണ്ടുമുട്ടാതിരിക്കാനും ആ സിറ്റുവേഷൻ ഒഴിവാകാനും കർത്താവ് നിന്നെ സഹായിക്കട്ടെ. അഥവാ അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് നീ വിശ്വപ്രമാണം ചൊല്ലിക്കൊണ്ട്, സ്വർഗസ്ഥനായ ചൊല്ലിക്കൊണ്ട് മനസ്സിൽ ഈ ദുരിത സാഹചര്യങ്ങളിൽ നിന്ന് നീ വിടുതൽ പ്രാപിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ അമ്മ നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കട്ടെ. നിന്റെ ജോലി യാത്ര, പരീക്ഷയ്ക്കുള്ള യാത്ര, പരീക്ഷാ സമയം കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. ജോലി ഇൻ്റർവ്യൂവിൻ്റെ സമയം കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. നിൻ്റെ റിസൾട്ട്, നല്ല റിസൾട്ടുകൾ നിനക്ക് വരാൻ ഈ റിസൾട്ട് കാത്തിരിക്കുന്നവരെ കർത്താവ് ആശീർവദിക്കട്ടെ. കർത്താവ്, ഈ മഴയുടെ കാലവും വെള്ളത്തിൻ്റെ ശല്യവും രോഗത്തിൻ്റെ പെരുപ്പവും മനസ്സിൻ്റെ ഇടർച്ചയും ഉറക്കമില്ലാത്ത അവസ്ഥയും കുടുംബത്തിൻ്റെ ദുരിതങ്ങളും കർത്താവ് ആരെല്ലാം എന്തെല്ലാം ദുരിതങ്ങൾ അനുഭവിക്കുന്നുവോ കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ പുതപ്പ് എൻ്റെ ഉള്ളിലാകട്ടെ. അവർ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ജോലി തേടി പോകുന്നവർ, കുടുംബത്തിൽ ജീവിക്കാൻ മാർഗമില്ലാതെ സാമ്പത്തിക വിഷമം അനുഭവിക്കുന്നവർ, സാമ്പത്തിക ക്ലേശവും കടവും അനുഭവിക്കുന്നവർ, മനസ്സിൽ വല്ലപാടും ചത്താൽ മതിയെന്ന് പോലും പൈശാചികമായിട്ട് ചിന്തിച്ച് പോകുന്നവർ, എങ്ങനെ ജീവിക്കുമെന്ന് അറിയാൻ പാടില്ലാതെ വേദനിക്കുന്നവർ, ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെടാൻ മറിയാം പരിശുദ്ധ അമ്മ നിന്നെ സഹായിക്കട്ടെ. ഇന്ന് പ്രസവം നിശ്ചയിച്ചിരിക്കുന്നവർ, ഇന്ന് ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നവർ, ഇന്ന് ആശുപത്രി പോകുന്നവർ, ഇന്ന് ടെസ്റ്റിന് പോകുന്നവർ, ടെസ്റ്റിൻ്റെ റിസൾട്ടിന് പോകുന്നവർ, ഡ്രൈവിങ്ങിൻ്റെ ലൈസൻസിന് പോകുന്നവർ, അതിൻ്റെ ടെസ്റ്റിന് പോകുന്നവർ, കർത്താവെ എല്ലാവരെയും നിൻ്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. കർത്താവെ, ഇന്ന് തുടക്കം കുറിക്കുന്ന ഓരോരോ കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ വീടായിരിക്കാം, ചിലപ്പോൾ വീട് വെക്കുന്നതാകാം, ചിലപ്പോൾ കട്ട്ല വെക്കുന്നതാകാം, ചിലപ്പോൾ അടിത്തറ ശില പാകുന്നതാകാം. കർത്താവെ, എന്തു തന്നെയായാലും ഇന്ന് കയറിപ്പുറതിയുള്ളവരാകാം. അങ്ങനെയുള്ള എല്ലാ മേഖലകളും വിവാഹം